Good morning, all. Good morning, Good, ma'am. ma'am. Good morning, ma'am. Morning, miss. ഇന്നലെ മിസ് ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പ് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷന്റെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായില്ലേ? അശ്വിനി അല്ലേ ചോദിച്ചത്? അശ്വിനി അല്ലേ? ആണോ? അല്ല മിസ്, അത് അഞ്ജു ചോദിച്ചേ. അഞ്ചു ആണോ? അഞ്ചു കയറിയിട്ടുണ്ടോ? ഓക്കെ, സോ പറഞ്ഞുതരാം. എന്താണ് നമ്മുടെ നാബിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ആയിട്ടുള്ള ISQU പറയുന്ന സ്റ്റാൻഡേർഡുകളാണ് നാബ് ഫോളോ ചെയ്യുന്നത്. ഇത് എന്തിനെയാണ്? ഈ ISQU എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള എന്താണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യും അല്ലേ? മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് അല്ലെ, പുറത്തു നിന്ന് ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത് കണ്ടിട്ടുണ്ടോ? മാസ്റ്റർ മെഡിസിറ്റിയില്, കണ്ണിന്റെ അഹല്യ ഐ കെയർ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടോ ഫോറിനേഴ്സ്? എന്താണ് അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെ ആണോ അഞ്ജു? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇനി ഇന്നലത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ഇനി തുടങ്ങാനോ മിസ്? ഓക്കെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ പറഞ്ഞത്. ബാക്കി നോക്കാം. മിസ് എത്ര എണ്ണം പറഞ്ഞു? 5 എണ്ണം പറഞ്ഞു അല്ലെ? അല്ലെ, ഈ വരെയല്ലേ പറഞ്ഞത്? നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ് വരെയാണ് അല്ലെ പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് percentage of adherence to safety precautions by staffing working in diagnostic അല്ലെ? എന്താണ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്ത് ചെയ്യണം? സ്റ്റാഫുകള് രോഗനിർണയവുമായി ബന്ധപ്പെട്ട സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിക്കണം അല്ലെ? മാസ്കുകൾ ധരിക്കണം, ഗ്ലൗസുകൾ ധരിക്കണം, ഹാൻഡ് ഹൈജീൻ ചെയ്യണം അല്ലെ? പിന്നെന്താണ് അവര് PPE കിറ്റുകൾ ധരിക്കണം അല്ലെ? അങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിക്കാത്ത PPE കിറ്റുകൾ അല്ലെ? അങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിക്കാത്ത എത്ര സ്റ്റാഫുകൾ, അങ്ങനെ എത്ര ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആളുകള് സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിക്കാതെ എത്ര ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എത്ര ഇൻസിഡന്റുകൾ അല്ലെ, എത്ര സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് percentage of medication charts with error prone abbreviation. നിങ്ങൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ? മെഡിക്കൽ ടെർമിനോളജി. അപ്പൊ അതിലെന്ത് പഠിച്ചു? അബ്രീവിയേഷൻ പഠിച്ചു അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് ചില മെഡിസിനുകളൊക്കെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ അബ്രീവിയേഷൻ ഉപയോഗിച്ചും കാണിട്ട് നമ്മൾ എഴുതാറുണ്ട്, പെട്ടെന്ന് എഴുതുന്നതിനും പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ പാരസെറ്റമോൾ അല്ലേ നമ്മൾ പറയുന്ന പാരസെറ്റമോള്, അതിന് PCM എന്നാണ് അബ്രിവിയേഷൻ നോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അബ്രിവിയേഷൻസ് നമ്മൾ മെഡിക്കൽ ചാർട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് രോഗങ്ങൾക്ക് ICD കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? മെഡിക്കൽ കോഡിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊ അതിലൊക്കെ ICD കോഡിംഗ് നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണലിൽ ഉപയോഗിക്കുന്ന കോഡുകൾ, ICD കോഡിംഗ്. അപ്പൊ അങ്ങനെയുള്ള കോഡുകളൊക്കെ യൂസ് ചെയ്യുന്നതിൽ എത്ര എറർ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ നമ്മ മരുന്നുകൾ എഴുതുന്നതിലോ മരുന്നുകളുടെ പേരുകളിലേക്ക് അബ്രിവിയേഷൻ ഉപയോഗിക്കുന്നതിലോ അതല്ലെങ്കിൽ നമ്മൾ രോഗനിർണയം നടത്തി ഡയഗ്നോസ്റ്റിക്കിന് രോഗത്തിന്റെ പേര് എഴുതുന്ന സമയത്തൊക്കെ അബ്രിവിയേഷൻസ് ഉപയോഗിക്കുന്നു
ഉപയോഗിക്കുമ്പോൾ എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഓക്കെയാണോ? അങ്ങനെയുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ പെർസെന്റേജ്, ഓക്കെയാണോ? അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇതില് എറർ, ഇൻസിഡന്റുകൾ, സംഭവങ്ങൾ, അതല്ലെങ്കിൽ അത് പാലിക്കാത്തത് മൂലം ഉണ്ടാകുന്ന അല്ലെ, സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കാത്തത് മൂലം എത്ര ഇൻസിഡന്റുകൾ, എത്ര സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പെർസെന്റേജും അത് എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലേക്കാണ് നമ്മുടെ നാബിന്റെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഒരു നല്ല ഹോസ്പിറ്റലാണ്, ക്വാളിറ്റി ഉണ്ട്, അവര് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്, നമ്മുടെ ക്വാളിറ്റി ഉള്ള കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ, അത് നമ്മൾ ഇത്രയും പറഞ്ഞ, അതിപ്പോ എത്രയെണ്ണം പറഞ്ഞു, ഒരു വരെയും പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കോ? സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ക്വാളിറ്റി കെയർ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ സംഭവിക്കോ? എറേഴ്സ് അല്ലെ, ഇൻസിഡന്റുകൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല അല്ലെ. അപ്പൊ ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാട്ടോ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ് അല്ലെ. എന്താണ് നമ്മുടെ ഇൻപേഷ്യൻസിന്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിന് എത്ര പേർക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് സംഭവിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം, ചില രോഗികള് മരുന്നുകൾ കഴിക്കുമ്പോൾ അവർക്ക് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ, വൊമിറ്റിംഗ് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അബ്ഡോമിൻ പെയിൻ ഉണ്ടാവാറുണ്ട് അല്ലെ, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, അലർജി പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെ ഡ്രഗ് റിയാക്ഷൻസ് നമ്മുടെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുമ്പോൾ എത്ര പേർക്ക് അങ്ങനെ അൺഫേവറബിൾ ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OD എന്ന് വെച്ചാല് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് തിരിച്ചു വരിക അല്ലെ, റിട്ടേൺ ചെയ്യുക, അൺപ്ലാനഡ് ആയിട്ട് റിട്ടേൺ ചെയ്യുക എന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലെ, ഇനീഷ്യൽ ആയിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരില്ലേ, അവിടെ അസഹ്യമായിട്ടുള്ള വേദന വരാം, അല്ലെങ്കിൽ അവിടെ പഴുപ്പ് അനുഭവപ്പെടാം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ വീണ്ടും അവര് റീഓപ്പൺ ചെയ്ത് ഓപ്പറേഷൻ നടത്തേണ്ടി വരില്ലേ? ഇപ്പൊ നമ്മൾ തന്നെ ന്യൂസിലൊക്കെ കഴിക്കാറുണ്ട് അല്ലെ, എന്താണ് കത്രിക വെച്ച് മറന്നു, അല്ലെങ്കിൽ നൂല് കുടുങ്ങിപ്പോയി അല്ലെ, നൂല് ആ ഒരു ഓപ്പറേഷൻ ചെയ്തതിന്റെ ഉള്ളില് കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ എന്താണ് തെറ്റായ രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തി എന്നൊക്കെ കേൾക്കാറില്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ അൺപ്ലാൻ ചെയ്യട്ടെ, നമ്മുടെ പ്രതീക്ഷിക്കാതെ വീണ്ടും ആ ഒരു ആദ്യത്തെ ആ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര പേർക്ക് വരേണ്ടി വന്നിട്ടുണ്ട്, ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് നോക്കിയേ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് മലയാളത്തില് തലനാരിഴയ്ക്ക് രക്ഷപ്പെടാന്ന് പറയാറുണ്ട്, കേട്ടിട്ടുണ്ടോ? തലനാരിഴയ്ക്ക് രക്ഷപ്പെടാം. ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയേക്കാണ്. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്യും, എവിടെയാണോ ഓപ്പറേഷൻ നടത്തുന്നത് ആ ഒരു ഭാഗം അവർക്ക് അനസ്തേഷ്യ കൊടുത്ത് മരയിപ്പിക്കാറുണ്ട് അല്ലെ, റീജിയണൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് ആ ഒരു ഡോക്ടർ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന ആള് മനസ്സിലാകുകയാണ് എന്താണ്, ഡോക്ടർ സർജറി ചെയ്യാനുള്ള ആ ഒരു ഭാഗം മാറിപ്പോയി. അപ്പൊ കാലിന് ചെയ്യേണ്ടടുത്ത് ആളുടെ കൈക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതപ്പൊ തന്നെ അവര് കണ്ട് തിരുത്തോലോ, കൂടെ നിൽക്കുന്ന നേഴ്സ് അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറൊക്കെ തിരുത്തി കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, പേഷ്യന്റിന് ചിലപ്പോ ശാരീരികമായിട്ടുള്ളത് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ, റോങ് സൈറ്റിലൊക്കെ സർജറി ചെയ്യാന്നുള്ളത്. അപ്പൊ അവരെങ്ങനെയാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടാണ് അല്ലെ ചെയ്തത് അല്ലെ, സംഭവിച്ചു സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ അല്ലെ. അതിനെയാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. might have happened but
നോട്ട് ഹാപ്പൻ. എന്താണ് സംഭവിച്ചു, സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ ആണോ? അതല്ലെങ്കിൽ നമ്മുടെ ഫാർമസി തന്നെ പറയുന്നുണ്ട്, നമ്മുടെ സ്റ്റോറിന്ന് എന്താണ് സ്റ്റോറിൽ ഡിസ്ട്രിബ്യൂഷന് നിൽക്കുന്ന ഫാർമസിസ്റ്റുകള് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ കേട്ട് നോക്കി കണ്ട് മരുന്നുകൾ എടുത്തു വെക്കും അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് മരുന്നുകൾ ഒന്നും കൂടി അസസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. നോക്കി ചെക്ക് ചെയ്തതിന് ശേഷമാണ് പേഷ്യന്റിന് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് അല്ലെ. ഓർമ്മയുണ്ടോ അതൊക്കെ ഫാർമസിയില്? അപ്പൊ അങ്ങനെ ഈ നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആ എടുത്തു വെച്ച മരുന്നുകൾ രണ്ടാമത് പരിശോധിക്കുന്ന സമയത്ത് ആ മരുന്നുകൾ മാറിപ്പോയതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോഴെന്താണ്, ഒരു കാര്യം സംഭവിച്ച് അത് ശരിക്കും നമ്മൾ പേഷ്യന്റിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പേഷ്യൻസിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം അല്ലെ. ആണോ? ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം. പക്ഷെ കൊടുത്തില്ല, അതിക്ക് മുമ്പ് തന്നെ മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെട്ട് ആ ഒരു ഇൻസിഡന്റ് ഒഴിവാക്കി. അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ നിയർ മിസ്സസ് പിന്നെ എങ്ങനെയാണ് അവരെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ നമ്മുടെ പേഷ്യന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പേഷ്യന്റ് എന്തായാലും റിപ്പോർട്ട് ചെയ്യില്ലേ? അപ്പൊ അങ്ങനെ എത്ര പേഷ്യൻസിന് എത്ര നിയർ മിസ്സസ് കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അല്ലെങ്കിൽ നമ്മുടെ ഫാർമസിയിൽ നിൽക്കുന്ന ചീഫ് ഫാർമസിസ്റ്റ് തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ. വേറൊരു മൂവിയിൽ കാണിക്കുന്നില്ലേ, വെട്രിമാരന ഒരു മൂവിയില് നിത്യമേനോന നിത്യദാസിനെ കണ്ട ഒരു അനസ്തീഷ്യ കൊടുക്കുമ്പോ ലാസ്റ്റ് ആള് പറയുന്നുണ്ട് അല്ലെ, കണ്ടിട്ടുണ്ടോ? അനസ്തീഷ്യയുടെ ഡോസ് കൂടി പോകുന്നുണ്ട്, ഓവർ ഡോസ് ആയി പോയിട്ട്. അപ്പൊ ആള് തന്നെ പറയുന്നുണ്ട് അല്ലെ ആ ഒരു സമയത്ത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് percentage of medical records having imperfect or improper concerned അല്ലെ. എന്ന് വെച്ചാല് നമ്മുടെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയായിരിക്കണം, ആക്യുറേറ്റ് ആയ രീതിയിലായിരിക്കണം അല്ലെ, കൃത്യതയോട് കൂടിയായിരിക്കണം തയ്യാറാക്കാനായിട്ട് അല്ലെ. പേഷ്യൻസിന്റെ രോഗനിർണയങ്ങൾ, പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ റിസൾട്ടുകൾ എല്ലാം ഉൾപ്പെടുത്തണം അല്ലെ. അങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ട് എത്ര മെഡിക്കൽ റെക്കോർഡുകൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ ഇംപ്രോപ്പർ കൺസേൺ ഉണ്ട്. ഇപ്പൊ നമുക്ക് നമ്മ രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മ അവരുടെ സമ്മതം വാങ്ങിക്കണോ, കൺസേൺ വാങ്ങിക്കണം അല്ലേ. വാങ്ങിക്കണം അല്ലെ. ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണെങ്കിൽ അല്ലെ. അപ്പൊ ഇംപ്രോപ്പർ കൺസേൺഡുകളോട് കൂടിയൊക്കെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. ഒരു പേഷ്യന്റിന് ബ്ലഡിന്റെ ആ ഒരു ഇത് കുറഞ്ഞു കഴിഞ്ഞാല്, അളവ് കുറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബ്ലഡ് കയറ്റാറുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, റെസിപ്പിന്റെയും ഡോണറിന്റെയും ബ്ലഡ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടല്ലേ ചെക്ക് ചെയ്യുന്നതാണ് അല്ലെ. മാച്ച് ആകോ അല്ലെ, അല്ലെങ്കിൽ ഡോണർക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അല്ലെ. അപ്പൊ അതല്ലാത്ത രീതിയിൽ നമ്മൾ കയറ്റിയിട്ട് നമ്മുടെ റെസിപ്പിയന്റിന്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഇഷ്യൂസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം. അങ്ങനെ എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് എത്ര ഇൻസിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് percentage of cases who received suitable prophylactic antibiotics within the specific time frame. നമുക്കറിയാം ആന്റിബയോട്ടിക്സുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയൊക്കെ തരുമ്പോൾ അതിനൊരു ടൈം പീരീഡ് ഉണ്ട് അല്ലെ. 3 ദിവസം, ചില ആന്റിബയോട്ടിക്സുകൾ 3 ദിവസം, ചില ആന്റിബയോട്ടിക്സിന് 5 ദിവസം, ചിലത് 7 ദിവസം അല്ലെ. അപ്പൊ ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡിന്റെ ഉള്ളിൽ എന്താണ് ശരിയായ രീതിയിൽ ആന്റിബയോട്ടിക്സുകൾ എത്ര പേർക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ ആണോ? അവര് കൊടുക്കുന്നുണ്ടോ, അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് സർജറീസ് വെയർ ദ ഓർഗനൈസേഷൻ പ്രൊസീജിയേഴ്സ് ടു പ്രിവെന്റ് ഹോസ്റ്റൈൽ ഇവന്റ് ലൈക്ക് റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ്
and wrong surgery have been othered too. എന്താണ് നമ്മുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ആ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന നടപടിക്രമങ്ങളിൽ എത്ര ഹോസ്റ്റൈൽ ഇവന്റ്സുകള് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എത്ര കേസുകൾ സംഭവിക്കുന്നുണ്ട്. അതായത് സർജറിയുടെ സൈറ്റ് മാറിപ്പോവുക, പേഷ്യന്റ് മാറിപ്പോവുക, അല്ലെങ്കിൽ റോങ് സർജറി ചെയ്യുക, അങ്ങനെ എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മിപ്പോ പേപ്പറിലെ ന്യൂസിലൊക്കെ കാണാറുണ്ട് അല്ലെ, സർജറി മാറിപ്പോയി അല്ലെ, സൈറ്റ് മാറിപ്പോയി എന്നൊക്കെ കേൾക്കാറില്ലേ. കാലിന് വയറിന് ചെയ്യേണ്ടടുത്ത് തലയിൽ സർജറി ചെയ്തോ അല്ലെ, അതിന് പേഷ്യന്റ് മാറിപ്പോയി അല്ലെ. അപ്പൊ അങ്ങനെ എത്ര കേസുകൾ ആ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതൊക്കെ ഇനിയും വരുന്നുണ്ട് കേട്ടോ, ഈ ചാപ്റ്ററിൽ ഇനിയും വരുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കുക കേട്ടോ ഓരോന്നും. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കേഷൻ എറർ റേറ്റ് അല്ലെ. എന്താണ് പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുന്നതിൽ എത്ര തെറ്റുകള് എറർ സംഭവിക്കുന്നുണ്ട് അല്ലെ. മരുന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്ന ആ ഒരു ഡോസിൽ 250 കൊടുക്കേണ്ടടുത്ത് 650 കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ എത്ര എറേഴ്സ് സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെ. നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഒരു ഇൻഫെക്ഷൻസിൽ പഠിച്ചു അല്ലെ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഒരു രോഗിക്ക് സർജറി ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് അൺഹൈജീൻ ആയിട്ടുള്ള പ്രൊസീജിയറിൽ കൂടെ ചെയ്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാത്ത എക്യുപ്മെന്റുകൾ യൂസ് ചെയ്തത് കൊണ്ടാകാം അല്ലെ. അപ്പൊ അങ്ങനെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എത്ര പേർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU അല്ലെ. ICUലെ മോർട്ടാലിറ്റി റേറ്റ് അല്ലെ എത്രയാണ്, എന്താണ് ഡെത്ത് റേറ്റ് എത്രയാണ്. നെക്സ്റ്റ് പറയുന്നത് റിട്ടേൺ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് within 72 hours with similar presenting complaints. എന്ന് വെച്ചാല് ഒരു പേഷ്യന്റിനെ ഇപ്പൊ ഹാർട്ടിന് എന്തെങ്കിലും വേദനയായിട്ടോ അല്ലെങ്കിൽ അബ്ഡമിൻ പെയിൻ ആയിട്ടോ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് ഡോക്ടർ ചെക്കപ്പ് ഒക്കെ നടത്തി അവരെ വിലയിരുത്തിയതിനു ശേഷം അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവരൊക്കെ ആയി കഴിഞ്ഞിട്ട് പറഞ്ഞു വിടാണ്, തിരിച്ചു വിട്ടു അവരെ വീട്ടിലേക്ക്. അതിനുശേഷം ഒരു 72 മണിക്കൂർ, അതായത് 3 ദിവസം എത്തുന്നതിന് മുമ്പ് തന്നെ അവര് വീണ്ടും ആ ഒരു സിമിലർ പ്രശ്നമായിട്ട്, ആ ഒരു പ്രോബ്ലം ആയിട്ട് ആ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അവര് തിരിച്ചു വരുന്നത്? ചിലപ്പോ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അത് ശരിയായ രീതിയിൽ, പ്രോപ്പറായ രീതിയിൽ ഇവര് ചെക്കപ്പ് ചെയ്യാത്തത് കൊണ്ടല്ലേ അവര് വീണ്ടും റിട്ടേൺ ആ ഒരു സെയിം പ്രശ്നമായിട്ട് തിരിച്ചു വരേണ്ടി വരുന്നത്. ആണോ? ഇപ്പൊ മിസ്സിന്റെ മോന് വയറുവേദന ഉണ്ടായിരുന്നു, അബ്ഡോമിൻ പെയിൻ ആയിരുന്നു. അപ്പൊ ഒരു ദിവസം ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കൊച്ചിന് ഗ്യാസ് കയറിയതാണ്, പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞു കേട്ടോ. അതിന് പിറ്റേന്നും ആൾക്ക് നിവർന്ന് നിൽക്കാനോ കുരുങ്ങി നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. വീണ്ടും കൊണ്ടുപോയി കാണിച്ചപ്പോ അവർ ഇഞ്ചക്ഷൻ എടുത്തു, വേറെ പ്രശ്നങ്ങള്. പക്ഷെ വീണ്ടും പിറ്റേന്നും ആൾക്ക് ഒരു കുറവുമില്ല. അങ്ങനെ പീഡിയാട്രിക് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ തന്നെ നിന്നെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എന്താണ്, കുട്ടിക്ക് അപ്പൻഡിക്സിന്റെ വയറുവേദനയായിരുന്നു. ഡോക്ടർ വെറുതെ ഇട്ട് നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ചെയ്തേ. അപ്പൊ അങ്ങനെ എന്താണ്, അപ്പൊ ആ 2 തവണ നമ്മൾ വീണ്ടും കൊണ്ടുപോകേണ്ടി വന്നത് അവര് ശരിയായ രീതിയിൽ ചെക്കപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെ. ആണോ? സെയിം പ്രശ്നമായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് catheter related urinary tract infection റേറ്റ് അല്ലെ. നമുക്കറിയാം എന്താണ്, നമ്മുടെ ബ്ലാഡറിന് യൂറിൻ ട്രാക്ട് അല്ലെ, അത് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ യൂറിൻ പോകാനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കത്തീറ്റേഴ്സ് ഇടും അല്ലെ, ട്യൂബുകൾ ഇടും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കയറ്റിയ പേഷ്യൻസിൽ എത്ര പേർക്ക് ന്യൂമോണിയ എന്നുള്ള അസുഖം അല്ലെ, അസുഖം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് അല്ലെ. എന്താണ്, നമ്മുടെ വെയിനിലേക്ക് നേരിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ നേരിട്ട് സിറിഞ്ചുകളൊക്കെ കയറ്റിയാലോ ബ്ലഡ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കാനായിട്ട് അങ്ങനെ നമുക്ക് ചിലപ്പോ ഇഞ്ചക്ഷൻസ് തരും അല്ലെ, നേരിട്ട് വെയിനിലേക്ക് ഉണ്ടോ?
അതല്ലെങ്കിൽ ചില സമയത്ത് ബ്ലഡ് ടെസ്റ്റിൽ എടുക്കുന്ന സമയത്തൊക്കെ അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ വേദിയിലേക്ക് നേരിട്ട് മെഡിക്കേഷൻസ് തരുമ്പോഴോ അതല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾക്ക് വേണ്ടി ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്തൊക്കെ എത്ര ഒരു ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് അല്ലെ. എന്താണ് നമ്മ HIA പഠിച്ചു. ഒരു പേഷ്യന്റിനെ തൊടുന്നതിന് മുമ്പും അല്ലെ അവരുമായി സമ്പർക്കം പുലർത്തുന്നതിന് മുമ്പും ശേഷവും എന്ത് പറഞ്ഞിട്ടുണ്ട്? കൈ കഴുകണം അല്ലെ, ഹാൻഡ് വാഷ് ചെയ്യേ അല്ലെങ്കിൽ കൈകള് എന്താണ് ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് റബ്ബ് ചെയ്യുക ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഹാൻഡ് ഹൈജീൻ അല്ലാത്ത രീതിയിൽ ഹൈജീൻ അല്ലാത്തത് കൊണ്ട് എത്ര ഇൻസിഡന്റുകൾ ഇൻഫെക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. നമുക്ക് സർജറിക്ക് ഒരു ഡേറ്റ് തരും. ഡേറ്റ് തന്നിട്ട് ആ ഒരു സമയത്ത് പേഷ്യന്റ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഡോക്ടർ പറയും അല്ലെ സർജറി ഒന്നും കൂടി മാറ്റിയിട്ടുണ്ട്, നെക്സ്റ്റ് വീക്ക് വന്നോളാൻ പറയാറുണ്ടോ? ചില ഹോസ്പിറ്റൽ ചിലപ്പോ ആ ഡോക്ടർ മാറ്റി വെക്കുന്നത്. അപ്പൊ അങ്ങനെ റീഷെഡ്യൂൾ ചെയ്യുന്ന എത്ര ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. ടേൺ അറൗണ്ട് ടൈം നമ്മൾ ബ്ലഡ് ആൻഡ് കമ്പോണൻസിന്റെ നമ്മൾ ലബോറട്ടറിയിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കില്ലേ, കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാൻ എടുക്കുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയല്ലേ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ, അപ്പോഴത്തേക്കും റിസൾട്ട് ആവുമെന്ന് പറയാലോ. അപ്പൊ അങ്ങനെ ആ ഒരു ടൈമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെന്നു അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെന്നിട്ടും നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ കിട്ടാത്ത എത്ര സംഭവങ്ങൾ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ് അല്ലെ. നമുക്കറിയാം ICUല് പേഷ്യന്റും നേഴ്സും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ് 1:1 or 1:2 അല്ലെ. അതേപോലെ വാർഡില് 1:5 or 1:6 ആണ്. അപ്പൊ ആ ഒരു വേരിയേഷൻ ആ ഒരു റേഷ്യോയില് വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ടോ, അങ്ങനെ എത്ര സംഭവങ്ങൾ എത്ര തവണ അങ്ങനെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. അത് വാർഡിലാണ് സോറി നമ്മുടെ ICUലാണ് 1:1 or 1:2 എന്ന് വരുന്നത്. അതേപോലെ വാർഡിലുണ്ട് നേഴ്സും പേഷ്യന്റും 1:5 or 1:6 ആണ് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു റേഷ്യോയില് വ്യതിയാനങ്ങൾ വരാം അല്ലെ, വ്യത്യാസങ്ങൾ വരാം. നെക്സ്റ്റ് പറയുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. എന്താണ് നമ്മൾ OP പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കുറെ നേരം എടുക്കാറുണ്ട് അല്ലെ. ചില സമയത്ത് നമുക്ക് വേഗം കണ്ടുപോരാം അല്ലെ. അപ്പൊ ആ ഒരു വെയിറ്റിംഗ് ടൈം ഏകദേശം ഒരു ആവറേജ് എത്രയാണ് ഒരു ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി പേഷ്യൻസ് ചെലവഴിക്കുന്ന ആ ഒരു ടൈം പീരീഡ് എത്രയാണ്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. നമുക്കറിയാം നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എമർജൻസി മെഡിക്കേഷൻ തീർന്നു പോകാൻ പാടുണ്ടോ? ഏത് സമയത്താണ് ഏത് സിറ്റുവേഷനിലാണ് അത് ആവശ്യമായി വരുന്നതെന്ന് പറയാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് എമർജൻസി മെഡിക്കേഷൻസ് സ്റ്റോക്ക് ഔട്ട് ആയി പോവുക അല്ലെ. അങ്ങനെ എത്ര കേസുകൾ എത്ര ഇൻസിഡന്റുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് ഫോൾ റേറ്റ്. ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ വീഴ്ചകൾ. ഡയഗ്നോസ്റ്റിക് ഓക്കെ സോറി വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക് അല്ലെ. എന്താണ് നമ്മൾ രോഗനിർണയത്തിന് വേണ്ടി അല്ലെ ടെസ്റ്റുകളുടെ റിസൾട്ട് കിട്ടാൻ പ്രൊസീജിയേഴ്സിന്റെ റിസൾട്ട് കിട്ടാൻ അല്ലെങ്കിൽ ഡോക്ടർ എടുത്ത് രണ്ടാമത് ആ റിസൾട്ട് കാണിച്ചിട്ട് അതിനൊക്കെ എത്ര ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് രോഗനിർണയവുമായി ബന്ധപ്പെട്ട്. ഓക്കെ ആണോ? ഓക്കെ മിസ് വിട്ടു പോയതാണ്. നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് ഫോൾ റേറ്റ് അല്ലെ. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് പേഷ്യൻസിന് വീഴ്ച സംഭവിക്കാം,
ഫോൾ പറ്റുക അല്ലെ. എന്താണ് ചിലപ്പോ എക്യുപ്മെന്റുകളിൽ തട്ടി വീഴുക, അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പുകൾ ഇടുന്നതിന് വേണ്ടി സ്റ്റാൻഡൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുമ്മ തട്ടി വീഴുക, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് വീഴ്ചകൾ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ. നമുക്ക് എന്താണ് ട്രിപ്പുകൾ ഇടാൻ വേണ്ടി നീഡിൽ കയറ്റാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി നീഡിൽ കയറ്റാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി നീഡിൽ കയറ്റാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നീഡിൽ കയറ്റുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് എത്ര ഇഞ്ചുറീസ് അല്ലെ, പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് suitable handovers during shift changes separate for doctors and nurses. നമുക്കറിയാം അല്ലെ, മോർണിംഗ് ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യും അല്ലെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ രോഗിയെ കുറിച്ചും വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർ ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ. ഈ പേഷ്യന്റിന് ഇന്ന സമയത്ത് ഇന്ന മെഡിക്കേഷൻസ് കൊടുക്കണം, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ സ്യൂട്ടബിൾ അങ്ങനെയല്ലാത്ത എത്ര ഹാൻഡ് ഓവേഴ്സ് നടക്കും, സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരിയായ രീതിയിലുള്ള ഒരു ഹാൻഡ് ഓവർ അല്ലാത്ത എത്ര ഇൻസിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കംപ്ലൈൻസ് റേറ്റ് ഓഫ് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ് അല്ലെ. എന്ന് വെച്ചാല് complaints rate to medication prescription in capitals. നമ്മ പ്രിസ്ക്രിപ്ഷൻസ് എന്താണ് നമ്മ നേരത്തെ പറഞ്ഞു അബ്രിവിയേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഷോർട്ട് ആക്കി എഴുതാറുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ നമ്മൾ ക്യാപിറ്റൽസ് ഉപയോഗിച്ച് പ്രിസ്ക്രിപ്ഷൻസ് എഴുതാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ഇൻസിഡന്റ് ആ ഒരു പേര് ക്യാപിറ്റൽ എഴുതുമ്പോ അതിലെ ലെറ്റേഴ്സ് മാറിപ്പോവുക, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും എറേഴ്സ് സംഭവിക്കുക, അങ്ങനെ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ ആണോ? ഇത്രയൊക്കെ ആണോ? മൂന്നാമത്തെ ഫസ്റ്റത്തെ പറയുന്നത് നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് ആണ് കേട്ടോ പറയുന്നത്. നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള രേഖകള് ഡോക്യുമെന്റേഷൻ. ഫസ്റ്റ് പറഞ്ഞത് മാനുവൽസ് വേണം, കമ്മിറ്റി വേണം. മൂന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് നാലാമത്തെ പറയുന്നത് സൈനേജ്. സൈനേജ് എന്ന് പറഞ്ഞാൽ ബൈലിംഗൽ, ദ്വിഭാഷയില്, അതായത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ. ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ കയറുന്ന സമയത്ത് എൻട്രൻസില്, അതല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഏരിയാസില്, അതല്ലെങ്കിൽ നമ്മൾ റൂമിൽ കിടക്കുമ്പോൾ, അതല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്, എവിടെയാണെങ്കിലും പേഷ്യൻസിന്റെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ അവകാശങ്ങൾ, അവർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസ്റ്റുകളൊക്കെ കാണാറുണ്ട് അല്ലെ. എന്താണ് സ്കാനിങ് ചെയ്യുകയാണെങ്കിൽ റേഡിയേഷൻ ആ ഒരു ഏരിയ ആണെങ്കിൽ അവിടെ ഉണ്ടാവാറുണ്ട് അല്ലെ. പ്രഗ്നൻസി ലേഡീസ് റൂമിന്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യാൻ പാടില്ല അല്ലെ. ലിംഗനിർണയം നടത്താൻ പാടില്ല അല്ലെ. കുഞ്ഞുങ്ങളുടെ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്താം. അങ്ങനെ ഒരുപാട് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൈനേജുകൾ ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ട്. അവരങ്ങനെയുള്ള രീതികള് അവര് ഫോളോ ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ വേണം. അപ്പൊ നമുക്കറിയാം ഫെസിലിറ്റീസ്, പുതിയ ട്രീറ്റ്മെന്റുകൾ, പുതിയ സർവീസുകളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ് അല്ലെ. അതിനനുസരിച്ച് സ്റ്റാഫുകൾക്കും ട്രെയിനിങ്ങുകൾ കൊടുക്കണ്ടേ? പുതിയ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് അല്ലെ. ആണോ? ഇപ്പൊ നമുക്കറിയാം പുതിയ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കണ്ടേ അവര് പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് റെക്കോർഡ്സുകൾ നമ്മുടെ നാബിന്റെ ഡോക്യുമെന്റേഷൻ ആയിട്ട് ആവശ്യമുണ്ട്. സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ എന്താണ്? നമ്മുടെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ട പ്രതിരോധ കുത്തിവെപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ ആവശ്യമാണ്.
നെക്സ്റ്റ് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, നമ്മുടെ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട നിയമപരമായിട്ടുള്ള ആവശ്യകതകൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള രേഖകൾ എന്തൊക്കെ പെടാം? ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ വേണം, റേഡിയേഷൻ സർട്ടിഫിക്കറ്റ് വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള രേഖകൾ ആവശ്യമാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് ഇന്റേണൽ ഓഡിറ്റ് എന്താണ് വർഷത്തിൽ 2 തവണ, അതായത് ഓരോ 6 മാസം കൂടുമ്പോഴും ഇങ്ങനെയുള്ള ഇന്റേണൽ ഓഡിറ്റ് നടത്തിയതിന്റെ റിപ്പോർട്ട് വേണം. നമുക്ക് എക്സ്റ്റേണൽ ഓഡിറ്റ് ആണ് നിങ്ങൾക്ക് ആലോചിക്കും ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? മാസത്തിൽ 6 മാസം കൂടുമ്പോൾ, വർഷത്തിൽ 1 തവണയല്ലേ ഇത്. നമുക്ക് 2 തരത്തിലുള്ള ഓഡിറ്റ് ഉണ്ട്, ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ട്. എക്സ്റ്റേണൽ ഓഡിറ്റ് ആണ് നമ്മൾ വർഷത്തിൽ 1 തവണ നടത്തുന്നത്. അത് ഫിനാൻഷ്യൽ രേഖകൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് അസസ് ചെയ്യുന്നത്. പക്ഷെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞത് ആ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനമാണ്. ഓപ്പറേഷൻ, പ്രോസസ്, സിസ്റ്റംസ്, ഫങ്ഷൻസ്, എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വർഷത്തില് 2 തവണ ഇങ്ങനെയുള്ള ഇന്റേണൽ ഓഡിറ്റ് നടത്തിയതിന്റെ റിപ്പോർട്ട് വേണം. ഓൾ ഫങ്ഷൻസ്. ഓക്കെ ആണോ? ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം മിസ് പറഞ്ഞതാണ് കേട്ടോ. ഇത് മാത്രം പഠിച്ചാൽ മതിയേ. നെക്സ്റ്റ് പറയുന്നത് ടു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട് ഇൻ എ ഇയർ അല്ലെ. നമ്മ ഫസ്റ്റ് മിസ് എടുത്തപ്പോ പറഞ്ഞു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇസ് എ ഓൺഗോയിങ് പ്രോസസ് ഓർ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഓൺഗോയിങ് പ്രോസസ്സിൽ നമ്മ വർഷത്തില് 2 തവണയെങ്കിലും ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ആ ഒരു പ്രോജക്റ്റുകളുടെ റിപ്പോർട്ട് വേണം. ഓക്കെ ആണോ? ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വർഷത്തിൽ നമ്മൾ 2 പ്രവർത്തനങ്ങളെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ 2 പ്രവർത്തനങ്ങളുടെയും റിപ്പോർട്ട് വേണം. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, റിവ്യൂയിങ് ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡൻസ്. അപ്പൊ നമ്മൾ ഒരുപാട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു അല്ലെ. ആ സംഭവങ്ങളൊക്കെ എന്താണ്? ഇൻസിഡൻസുകളാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എന്താണ്? ഇൻസിഡന്റുകളാണ് അല്ലെ, സംഭവങ്ങളാണ്. ആണോ? ഓപ്പറേഷൻ റീഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് റോങ് സൈറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ അനസ്തേഷ്യ മാറിപ്പോവുക അല്ലെ, അല്ലെങ്കിൽ റോങ് മെഡിക്കേഷൻസ് കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമുള്ള ഇൻസിഡൻസുകൾ ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക, അത് അവലോകനം നടത്തുക. അതിന് ആ ഒരു ആക്ഷനും ആ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെന്തൊക്കെ നടപടിക്രമങ്ങൾ, ഇവരെന്തൊക്കെ ആക്ഷനുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ അവര് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണോ? ഇപ്പൊ ഒരു പേഷ്യന്റിന് റോങ് സർജറി ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പിന്നീട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ഒരു റോങ് സൈറ്റിൽ ചെയ്ത് കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ആ ഇൻസിഡന്റുകൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, ഒരു പേഷ്യന്റിന് റോങ് സൈറ്റിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യണം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? റിവ്യൂ നടക്കും, അവലോകനം നടക്കും. ആർക്കാണ് തെറ്റ് പറ്റിയത്? ഡോക്ടർക്കാണോ, അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുത്ത ഡോക്ടർക്കാണോ, അല്ലെങ്കിൽ ആ ഒരു സ്കാനിങ് ചെയ്ത ആൾക്കാണോ എന്ന് റിവ്യൂ നടത്തില്ലേ? അതുമായി ബന്ധപ്പെട്ട അവലോകനം നടത്തുന്നുണ്ടോ? നടത്തും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ആ രോഗിയുമായിട്ട് കൂടിയാലോചിക്കും അല്ലെ. രോഗിയെയും രോഗിയുടെ ഫാമിലി ആയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന അവർ ആലോചിക്കാറുണ്ടോ? എന്നിട്ട് ചിലപ്പോ എന്ത് ചെയ്യും? നഷ്ടപരിഹാരം ചെയ്ത് അതിനെ ഒഴിവാക്കുമോ? കോംപ്രമൈസ് ചെയ്യല്ലേ ആ ഒരു ഇൻസിഡന്റ്? അപ്പൊ എന്താണ് ആക്ഷൻ? അവിടെ ഒരു ആക്ഷൻ എടുക്കുകയാണ് അല്ലെ. അതല്ല, അത് അവർക്ക് വേറെ ഏതെങ്കിലും സർജറി ചെയ്ത് ആ ഒരു പോരായ്മ മാറ്റാൻ പറ്റുമെങ്കിൽ അവര് 2ാമത് റീസർജറി ചെയ്ത് ആ ഒരു ഡിഫക്റ്റ് മാറ്റി കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻ തുടർ നടപടിയായി അവർ എന്ത് ആക്ഷൻ ആണ് ആ ഒരു ഇൻസിഡന്റിന്
സ്വീകരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് this could consist of near miss, sentinel event or adverse events. അല്ലെ, ഈ ഒരു ഇൻസിഡന്റുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? നിയർ മിസ് അല്ലെ, സംഭവിച്ചത് തലനാരിഴക്ക് രക്ഷപ്പെടാന്ന് പറയുന്ന കേസുകള്. സെന്റിനൽ ഇവന്റ്സ്, നമുക്ക് സംഭവിക്കാത്ത പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകുന്നത്, റോങ് സൈറ്റില് ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള സെന്റിനൽ ഇവന്റ്സ്. അഡ്വേഴ്സ് റിയാക്ഷൻസ്, മരുന്നുകൾ മാറിപ്പോവുക, എന്താണ് രോഗികള് പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ ഇൻസിഡന്റ് റിപ്പോർട്ടുകളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന് നമുക്ക് എന്താണ്? അതർവൈസ് അല്ലെ, എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി refers to the degree of adherence to pre-established criteria or standard. ആദ്യം തന്നെ പറഞ്ഞു അല്ലെ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി എന്ന് പറഞ്ഞാല് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അല്ലെ, പ്രീ എസ്റ്റാബ്ലിഷ്ഡ്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെയോ അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സുകളുടെയോ നിലവാരത്തിന്റെയോ ഡിഗ്രിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഒരു ഡ്രസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി പറയുന്നത് എന്താണ്? അതിന്റെ മെറ്റീരിയൽ, സ്റ്റിച്ചിങ്, കളർ അല്ലെ, അത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ മുൻകൂട്ടി നിശ്ചയിക്കുന്നുള്ള മാനദണ്ഡങ്ങളെയോ അതല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിന്റെയോ ആ ഒരു കൂട്ടം, ആ ഒരു ഡിഗ്രിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് indicators as statistical measures of the performance of functions, system or process over a period of time. എന്ന് വെച്ചാല് ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൊരു പീരീഡ് ഓഫ് ടൈമില്, ഒരു വർഷത്തെയോ അല്ലെങ്കിൽ 2 മാസത്തെയോ അല്ലെങ്കിൽ 6 മാസത്തെയോ ഒരു പീരീഡ് ഓഫ് ടൈമിലെ സിസ്റ്റങ്ങളോ അതല്ലെങ്കിൽ അവിടുത്തെ പ്രക്രിയകളോ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനയോ ഫങ്ഷൻസിന്റെയോ പെർഫോമൻസ് പ്രകടനങ്ങള് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇവിടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇൻഡോർ പേഷ്യന്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നില്ലേ? ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി എത്ര സമയം എടുത്തു? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡോർ പേഷ്യൻസിന് എത്ര സമയം, ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി എത്ര സമയം എടുത്തു? അവരില് അഡ്വേഴ്സ് റിയാക്ഷൻ എത്ര പേർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? മെഡിക്കേഷൻസ് എറർ എത്ര പേർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഈ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള് ബെറ്റർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടല്ലേ? ഈ സൂചകങ്ങളെ വിലയിരുത്തിയിട്ടല്ലേ? ആണോ? ആണ്. അപ്പൊ എന്താണ്? നമ്മ ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു 6 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന അളവ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിലെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് ഡാഷ്. Dash refers to the degree of adherence to pre-established criteria or standards. അല്ലെങ്കിൽ dash a statistical measure of the performance of function, system or process over a period of time. അത് ക്വസ്റ്റ്യൻ വരാം കേട്ടോ, ഫുൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്, ഓക്കെ ആണോ? അത് നെക്സ്റ്റ് നമ്മൾ ഇതിക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളില്ലേ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അത് തന്നെയാണ് ഇനി ഓരോ സെക്ഷനിലും പറയാൻ പോകുന്നത് കേട്ടോ. ഇത്രയും ഇത് വേണ്ടല്ലോ. അപ്പൊ നോക്കിയേ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ
ഡിപ്പാർട്ട്മെന്റ് അല്ലെ. കെപിഡിയുടെ വിവിധ ആശുപത്രി വകുപ്പുകളിലെ ഗുണനിലവാര സൂചകങ്ങൾ. കെപിഡി എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഡ്രൈവ്. കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് വെച്ചാല് ഒരു ഡിപ്പാർട്ട്മെന്റില് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവരെടുക്കുന്ന എഫേർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ, അവരെ നയിക്കുക അല്ലെ, ആണോ, മുന്നോട്ട് അല്ലെ. അപ്പൊ എന്താണ്, ഒരു ഡിപ്പാർട്ട്മെന്റില് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ, നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അവരെടുക്കുന്ന എഫേർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. നമ്മുടെ കെപിഡിയുടെ, നമ്മുടെ കീ പെർഫോമൻസ് ഡ്രൈവിന്റെ വിവിധ ഹോസ്പിറ്റൽ വകുപ്പുകളിലെ എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഫസ്റ്റ് പറയുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ നമ്മൾ ഫസ്റ്റ് എടുത്തപ്പോ മിസ് ഇതിക്ക് മുമ്പ് എടുത്തപ്പോ പറഞ്ഞു, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു അസസിംഗ് ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ഓർമ്മയുണ്ടോ? NAB standards for hospital is arranged by the technical committee. അല്ലെ, അതിൽ ആരൊക്കെ പെടുന്നുണ്ട്, ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ് അല്ലെ. എന്താണ്, നമ്മുടെ നാബിന്റെ സ്റ്റാൻഡേർഡ്സുകൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടും അത് നിയന്ത്രിക്കുന്ന, മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാറുണ്ട്. അതിലെ ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഏരിയാസിൽ നിന്നുള്ള പ്രധാന വ്യക്തികൾ, ബഹുമാന്യരായിട്ടുള്ള വ്യക്തികൾ ഉൾക്കൊള്ളുന്നത് അല്ലെ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും അത് മോണിറ്റർ ചെയ്യാനും നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ആരുണ്ടായിരിക്കും, നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും ഇവിടുത്തെ പെർഫോമൻസ് വിലയിരുത്തുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇതില് ഫസ്റ്റ് വരുന്നത്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് വരുന്നത് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് പേഷ്യന്റ്, ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ് അല്ലെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി അല്ലെ, ഇനീഷ്യൽ ഇവാലുവേഷന് വേണ്ടി എത്ര സമയം എടുത്തു പറയണ്ടല്ലോ. അതൊക്കെ ആദ്യം പറഞ്ഞതാണ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഈസ് ഡോക്യുമെന്റഡ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് നമ്മുടെ ആ ഒരു ഡിസ്ചാർജ് ഒക്കെ എഴുതുന്നതിന് മുമ്പ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നഴ്സിംഗ് കെയറിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെ. നഴ്സിംഗ് കെയർ കൊടുത്തു അല്ലെ, അവർ ഇന്ന മെഡിക്കേഷൻസ് ആ പേഷ്യൻസിന് ഇന്ന സമയത്തൊക്കെ കൊടുത്തു എന്ന് കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നമ്മളിൽ നിന്ന് നഴ്സിംഗ് ചാർജ് ഒക്കെ ഈടാക്കുന്നില്ലേ, നഴ്സിംഗ് ചാർജ് ഒക്കെ ഈടാക്കുന്നത് കണ്ടിട്ടില്ലേ? ബില്ല് വരുന്ന സമയത്ത് നഴ്സിംഗ് ചാർജ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ ഇല്ലാതെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻപേഷ്യൻസിന്റെ എത്ര പേര് എന്താണ് മെഡിക്കൽ റെക്കോർഡുകള് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളിൽ ഈ നഴ്സിംഗ് കെയർ ഉൾപ്പെടുത്തണം അല്ലെ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കിടത്തിയിട്ടുണ്ടെങ്കിലും വേണ്ടേ, നമുക്ക് നഴ്സുമാര് തരുന്ന പരിചരണങ്ങൾ, നമുക്ക് ഏതൊക്കെ രീതിയിൽ പരിചരണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ ഇല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ അല്ലെ, മരുന്നുകള് കൊടുക്കുന്നതിൽ എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, എത്ര പേഷ്യൻസിന് അങ്ങനെ റോങ് മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ് അല്ലെ. സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാല് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കുന്ന സംഭവങ്ങളെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എത്ര സെന്റിനൽ ഇവന്റ്സുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നോക്കിയേ, gathered and examined with the defined ടൈം ഫ്രെയിം അല്ലെ. എന്താണ്, നമുക്ക് ഒരു നിശ്ചിത ടൈം ഫ്രെയിമിന്റെ ഉള്ളില് എത്ര ഇങ്ങനെയുള്ള സെന്റിനൽ ഇവന്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള സെന്റിനൽ ഇവന്റ്സുകൾ ശേഖരിക്കുകയും അത് എക്സാമിൻ ചെയ്യാതെ വിലയിരുത്തുകയും ചെയ്യുക. ഓക്കെ ആണോ?
ഒരു നിശ്ചിത ടൈം ഫ്രെയിമിനുള്ളില് ഒന്നില്ലെങ്കിൽ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 2 വർഷത്തിന്റെ ഉള്ളിലോ എത്ര സെന്റിനൽ ഇവന്റ്സുകൾ, അങ്ങനെ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എത്ര ഇവന്റ്സുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇവന്റ്സുകൾ നമ്മൾ കളക്ട് ചെയ്യുകയും അത് വിലയിരുത്തുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, ആരുടെ ഭാഗത്ത് നിന്നാണ് ആ ഒരു തെറ്റ് സംഭവിച്ചത്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാമിൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെയാണോ അത്? നെക്സ്റ്റ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കി. A sentinel event is defined as any unanticipated event in a healthcare settings that result in death or serious physical or psychological injury to a patient or patients not connected with the natural cause of the patient illness. എന്ന് വെച്ചാല് എന്താണ്, നമുക്ക് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത് ആ ഒരു ഇവന്റ് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാതെ നടന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യന്റിന്റെ എന്തുണ്ടായിരിക്കും, ഒന്നുകിൽ അവർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, അല്ല അവർക്ക് അവർ സൈക്കോളജിക്കലായിട്ട് മെന്റൽ ആയിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അങ്ങനെയുള്ള ഇവന്റ്സുകളെയാണ് സെന്റിനൽ ഇവന്റ്സ് പറയുന്നത്. നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോസ് ഓഫ് പേഷ്യന്റ് ഇൽനെസ്. ആ ഒരു പേഷ്യന്റിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സാധാരണ ഒരു അസുഖവുമായി ബന്ധപ്പെട്ടല്ല, അതല്ലാതെ ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റോ സെന്റിനൽ ഇവന്റ് ആണെന്ന് പറയാൻ പറ്റോ? ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി ബ്ലീഡിംഗ് സംഭവിച്ചു കൊണ്ടുവന്നിട്ട് മരണം സംഭവിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റോ അത് സെന്റിനൽ ഇവന്റ് ആണെന്ന് പറയാൻ പറ്റോ? ഇല്ല, അല്ലേ? ഇല്ല, അല്ലെ? അതെന്താണ്, അത് അവരെ ആ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് വരികയാണ്. സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ മരുന്നുകൾ കൊടുക്കുന്നത് മാറിപ്പോയിട്ട് അവർക്ക് മരണം സംഭവിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ഭാഗം തളർന്നു പോവുക, അല്ലെങ്കിൽ അവർക്ക് റോങ് സർജറി ചെയ്തിട്ട് ആ ഒരു ഭാഗത്തെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇവന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പറ്റി ആൽവിൻ? ഇതിനെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ആൽവിൻ എന്തെന്നാ പറഞ്ഞേ? ഇൻക്ലൂഡഡ് ആണോ എന്ന് എന്താ മിസ്സിന് മനസ്സിലായില്ല? ആൽവിൻ ഇൻക്ലൂഡഡ് ആണ് ചോദിക്കുന്നത് കേട്ടോ. നമ്മുടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. നോട്ട് ഇൻക്ലൂഡ് അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ തിരിച്ച് പഠിക്കണേ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, അപ്പൊ സെന്റിനൽ ഇവന്റ് മനസ്സിലായോ എല്ലാവർക്കും? നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെ ചിലപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പേഷ്യൻസിന് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മെന്റലി ആയിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു ഇവന്റ്സുകൾ, ചിലപ്പോൾ സർജറി ചെയ്തത് മാറിപ്പോവുക, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ മാറിപ്പോയിട്ട്, അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് സെന്റിനൽ ഇവന്റ്സ്. നെക്സ്റ്റ് പറയുന്നത് 5ാമത്തെ ആണ് കേട്ടോ, അത് അതിൽ കൂടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 5ാമത്തെ പറയുന്നത് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് അല്ലെ. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈറ്റ് ഹാവ് ഹാപ്പൻഡ് ബട്ട് നോട്ട് ഹാവ് ഹാപ്പൻഡ് അല്ലെ. സംഭവിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ അല്ലെ. മിസ് നേരത്തെ പറഞ്ഞു മരുന്നുകൾ കൊടുക്കാൻ പോയിട്ട് അല്ലെ, സ്റ്റോറിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റ് മരുന്നൊക്കെ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കി എടുത്തു വെച്ചു. പക്ഷെ നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് എടുത്തു വെക്കുന്ന സമയത്ത് മനസ്സിലാകുകയാണ് മരുന്ന് എടുത്തത് മാറിപ്പോയി. അപ്പൊ എന്ത് ചെയ്യും? കറക്റ്റ് മെഡിസിൻ തന്നെ പേഷ്യൻസിന് കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകള് എത്രയെണ്ണം ഇൻസിഡന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? നിയർ മിസ്സസ് നിങ്ങൾക്ക് പറയാമോ? ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? നിയർ മിസ്സസിന് ഹോസ്പിറ്റലിൽ നടക്കുന്ന കൈ നോക്കിയേ
ആർക്കാ പറയാൻ പറ്റുന്നത്? പറയേ, ആർക്കെങ്കിലും പറയാൻ പറ്റോ? ഹോസ്പിറ്റലിൽ തന്നെ വേണ്ട, നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റുകൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കൈബുക്ക മിസ് മ്യൂട്ട് മാറ്റിത്തരാം. ആരില്ല? ആരില്ല? ധൈര്യമായിട്ട് പറയേ. ആരില്ലേ? ആരും പറയോ? നിയർ മിസ്റ്റസിന് ഒരു എക്സാമ്പിള്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചൊക്കെ പോകുന്ന സമയത്ത് വണ്ടി വന്നിടിക്കാൻ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സ് വലിച്ചു മാറ്റുന്നതൊക്കെ ഇല്ലേ? അപ്പൊ നമ്മൾക്ക് തന്നെ ഒരു ഷോക്ക് പോലെ ആവാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലൊക്കെ പറ്റിയിട്ടുണ്ടോ? ഒരു ഷോക്ക് പോലെ വരാറുണ്ട് അല്ലേ? വണ്ടി ഇടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കും അല്ലേ? അത് നിയർ മിസ്സസ് ആണ് അല്ലേ? ആണോ? നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡന്റുകൾ അല്ലെ, എന്തെങ്കിലും പ്രശ്നം വരാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും അത് പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് രക്ഷിക്കുന്നത് അല്ലെ? അതൊക്കെ ഒരു നിയർ മിസ്സസ് ആണ്. പിന്നെ എന്താ ആരൊന്നും പറയാതെ? ഓക്കെ, നെക്സ്റ്റ് ക്ലിയർ ആയോ? നിയർ മിസ്സസും സെന്റിനൽ ഇവന്റ്സുകളെ. സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ സംഭവിച്ചു, ആ ഒരു ഇവന്റ് സംഭവിച്ചു, അതിന്റെ പ്രത്യാഘാതമായി, അതിന്റെ ഫലമായിട്ട് പേഷ്യൻസ് എന്തെങ്കിലും മാനസികമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. റോങ് സർജറി ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യൻസ് ടാർഗറ്റ് മാറിപ്പോകുന്നതോ, എന്താണത്? എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാല് മരുന്ന് മാറുക. മരുന്ന് മാറി കൊടുക്കുന്നില്ല കേട്ടോ, പക്ഷെ അവിടെ വരെ എത്തുമ്പോഴേക്കും അവര് തിരിച്ചറിഞ്ഞിട്ട് അത് കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിയർ മിസ്സസ് അല്ല. സെന്റിനൽ ഇവന്റ്സിൽ എന്ന് പറയുമ്പോൾ ആ ഒരു മരുന്ന് മാറിപ്പോയത് അവർ കഴിച്ചിട്ട് അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ഒക്കെയാണോ രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം? സെന്റിനൽ ഇവന്റ്സും നിയർ മിസ്സസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ? അപ്ലിക്കേഷൻ ടു ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ് അല്ലെ? ആ ഒരു ഡോക്ടറും നഴ്സുമാരും അവരുടെ ഡ്യൂട്ടി ടൈം മാറുന്ന സമയത്ത് പേഷ്യൻസിനെ ആ ഒരു ഏൽപ്പിച്ചു കൊടുക്കുന്നത് അല്ലെ? നെക്സ്റ്റ് ഡ്യൂട്ടിക്ക് കയറുന്ന ആ ഒരു സ്റ്റാഫുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യാത്തത് അല്ലെ? നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ കൊടുക്കണം. അതിൽ ആ പേഷ്യന്റിന് ഏതൊക്കെ സമയത്ത് വരെയുള്ള മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്, ഇനി ഏതൊക്കെ മരുന്നുകൾ കൊടുക്കണം അല്ലെ? ഇനി അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ പറയുന്നുണ്ടോ അല്ലെ? അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കൈമാറണം അല്ലെ? അങ്ങനെ പ്രോപ്പർ അല്ലാത്ത ഹാൻഡ് ഓവേഴ്സ് എത്ര കേസുകളിൽ സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. എന്താണ്? നമ്മുടെ പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിൽ എറർ സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കുന്ന എത്ര ഇൻസിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്? നമുക്കറിയാം, ഒരു പേരിൽ തന്നെ ചിലപ്പോ 2 or 3 പേഷ്യൻസ് ഉണ്ടാവാം അല്ലെ? ഓരോ നെയിം വരുമ്പോൾ അല്ലെ? അപ്പൊ എന്ത് ചെയ്യാറുണ്ട്? അവരിൽ നിന്ന് ഒരുപാട് ഡാറ്റാസ് അല്ലെ? പേഷ്യന്റിന്റെ ഏജ് ചോദിക്കും, പിന്നെ അവരുടെ അഡ്രസ് ചോദിക്കും അല്ലെ? അങ്ങനെയൊക്കെയാണ് അവരെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ, അപ്പൊ ആ ഒരു ഐഡന്റിഫൈ ചെയ്യുന്നതിൽ മാറിപ്പോയാൽ എന്ത് പറ്റും? തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാല് അവർക്ക് ചിലപ്പോ റോങ് മെഡിസിൻ കൊടുക്കും, റോങ് സർജറി നടത്തും അല്ലെ? റോങ് ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറർ ഇൻസിഡന്റുകൾ എത്ര എണ്ണം സംഭവിക്കുന്നുണ്ട്? ഓക്കെയാണോ? അതേഴ്സ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്. എന്താണ്? പ്രോപ്പർ അല്ലാത്ത ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസുകൾ നടപ്പിലാക്കിയിട്ട് അങ്ങനെയുള്ള എത്ര ഇൻഫെക്ഷൻസ്, എത്ര ഇൻസിഡന്റുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ് അല്ലെ? നമ്മുടെ നേഴ്സിന്റെയും പേഷ്യന്റിന്റെയും റേഷ്യോ ICUലും വാർഡിലും വരുന്നത്, അതിൽ വ്യത്യാസങ്ങൾ, അതിൽ ചേഞ്ചസ് എത്ര
സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോളിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അസസ് ചെയ്യുന്നത് നമ്മുടെ ICN നേഴ്സ് ആണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? IPD, ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ അല്ലെ. എന്താണ്? നമ്മുടെ ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ അതർ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ സമ്പർക്കം വന്ന് എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഹോസ്പിറ്റൽ അക്കോർഡിംഗ് ഇൻഫെക്ഷൻസിലൊക്കെ പഠിച്ചതല്ലേ? കോണ്ടാക്റ്റിലൂടെ അല്ലെ, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ അല്ലെ, ഓർമ്മയുണ്ടോ? അപ്പം അങ്ങനെ ആ ഒരു ബ്ലഡ് ബോഡി ഫ്ലൂയിഡിലൂടെ എന്താണ് സമ്പർക്കം പുലർത്തി ഒരാൾക്ക് ഉപയോഗിച്ച് സിറിഞ്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ ശരീര ബ്ലഡ് ആയിട്ടുള്ള സാധനങ്ങൾ മറ്റൊരാളിൽ ഉപയോഗിക്കുക അല്ലെ. അത് അങ്ങനെ ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ അതർ ബോഡി ഫ്ലൂയിഡ്സിലൂടെയോ സമ്പർക്കം പുലർത്തി എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് നമ്മുടെ IPD-യിൽ കേട്ടോ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് OPD, ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോസർ അല്ലെ. നമ്മുടെ OPD-യിലും ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ അതർ ബോഡി ഫ്ലൂയിഡ്സിലൂടെയോ സമ്പർക്കം പുലർത്തി എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്നിരിക്കുമ്പോ ചിലര് ഈ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ നമ്മ വരാറുണ്ട് അല്ലെ. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളും കൂടി വരും എന്ന് പറയാറുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരിക്കും. പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ മിക്കവരും പറയുന്നതാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആ ക്യൂയിൽ നിന്നാല അല്ലെങ്കിൽ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖങ്ങൾ കൂടി വരുമെന്ന് പറഞ്ഞിട്ടില്ലാരും. ഓക്കെ, അപ്പൊ നോക്കിയേ, OPD അല്ലെ, OPD-യിൽ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് നമ്മുടെ ബ്ലഡ് കൊണ്ടോ പേഷ്യൻസിന്റെ ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ അതർ ബോഡി ഫ്ലൂയിഡ്സിലൂടെയോ സമ്പർക്കം പുലർത്തി എത്ര ഇൻസിഡന്റ് അതായത് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് IPD, ഇൻസിഡൻസ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ. നമ്മുടെ നീഡില് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മെഡിക്കേഷൻസ് തരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ബ്ലഡുകൾ കളക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു നീഡില് കൊണ്ട് അല്ലെ, സൂചി കൊണ്ട് എത്ര പേർക്ക് ഇഞ്ചുറീസ് പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതേപോലെ OPD-യിൽ അല്ലെ, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ഫോൾസ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ എത്ര പേർക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്? അത് സ്വാഭാവികമല്ലാത്ത ചിലപ്പോൾ എന്തെങ്കിലും തട്ടി വീഴ, അതല്ലെങ്കിൽ നമ്മുടെ കിടക്കുന്ന ആ ഒരു ഇൻപേഷ്യന്റിൽ അഡ്മിറ്റ് ആക്കിയവര് ആ ഒരു സ്റ്റാർട്ടുമ്പോൾ തട്ടി വീഴ അല്ലെങ്കിൽ ബാത്റൂമിൽ വീഴുക, അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസർ ആഫ്റ്റർ അഡ്മിഷൻ ബെഡ്സ് ഫോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് 1000 ഡേയ്സിൽ എത്ര പേർക്ക് അങ്ങനെയുള്ള ബെഡ് സോറുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എന്താണ് അൾസർ മിസ് പറഞ്ഞു അല്ലെ. എന്താണ്? ബെഡിൽ കിടക്കുന്ന സമയത്ത് കുറച്ചു ദിവസം അടുപ്പിച്ച് നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ കാലിന്റെ ഇടുക്ക് അതല്ലെങ്കിൽ നമ്മുടെ പുറം ഭാഗമൊക്കെ പൊട്ടൂലേ, ചുമന്ന കളറിൽ വന്ന് പൊട്ടാറൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബെഡ് സോറുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് പറയുന്നത് catheters associated urinary tract infections അല്ലെ. നമ്മുടെ കത്തീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര പേർക്ക് അങ്ങനെയുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് പറയുന്നത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലെ. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളിൽ എത്ര പേർക്ക് ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ. നമ്മുടെ ബ്ലഡുകൾ മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ ബ്ലഡുകൾ കയറ്റുന്ന സമയത്തേക്ക് എന്താണ് ബ്ലഡ് സ്ട്രീം എന്ന് പറഞ്ഞാല് നമുക്ക് ട്രിപ്പ് ഇടുന്നതോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇഞ്ചക്ഷൻസ് എടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ബ്ലഡുകൾ കളക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് പറയുന്നത് നേരിട്ട് വെയിനിലേക്ക് മെഡിക്കേഷൻസ് ഒക്കെ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ. ഹോസ്പിറ്റലില് സർജറി ചെയ്ത പേഷ്യൻസിൽ എത്ര പേർക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് മിസ് ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോയത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ?
ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു പീരീഡ് കൂടി ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ മിസ് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.